ബംഗ്ലാദേശ് സൈന്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന നെവോങ്ചാരിയിൽ ഒരു പുതിയ കണ്ടോൺമെന്റ് നിർമ്മിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇവിടെ തങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം. ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിക്കടുത്തുള്ള ഈ പ്രദേശം സായുധരായ റോഹിംഗ്യൻ തീവ്രവാദികളുടെ ഗണ്യമായ സാന്നിധ്യമാണ് അവിടെയുള്ളത്. പുതിയ സൈനിക താവളം നിർമ്മിക്കുന്ന ഒരു പ്രത്യേക ഭൂമിയുടെ അതിർത്തി അത് നിർണ്ണയിക്കുന്നതിനായി കൊടികൾ സ്ഥാപിച്ച് അടയാളപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്ന് കുറഞ്ഞത് 2 ബംഗ്ലാദേശി വൃത്തങ്ങളെങ്കിലും നോർത്ത് ഈസ്റ്റ് ന്യൂസിനോട് പറയുന്നുണ്ട്. ബംഗ്ലാദേശ് ആർമിയുടെ 10 ഇൻഫൻട്രി ഡിവിഷന്റെ ആസ്ഥാനമായ രാമുവിന്, അതായത് കോക്സ് ബസാർ ജില്ലയിലെ സമീപത്തായിരിക്കും പുതിയ കണ്ടോൺമെന്റ് ഏരിയ നിർമ്മിക്കുക എന്നാണ് ബംഗ്ലാദേശ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബന്ദർബൻ ജില്ലയിലെ അവസാന ഗ്രാമമായ കിയോക് റോഡ് ബംഗ്ലാദേശ് മ്യാൻമാർ ഇന്ത്യ അതിർത്തിക്ക് വളരെ അടുത്താണ്. ഇന്ത്യൻ ഭാഗത്ത് മിസോറാം ജില്ലയിൽ ദുഡുഗസോറയും തുടർന്ന് പർവയും ഉണ്ട്. അവിടെ ഒരു BSF യൂണിറ്റ് നില ഉറപ്പിച്ചിട്ടുണ്ട്. ടെക്ഫാഫിന് വടക്കും അതോടൊപ്പം തന്നെ നെക്കോംചാരിയിൽ നിന്ന്, അതായത് ബന്ദർബൻ ജില്ലയിൽ വളരെ അകലെയുള്ളതുമായ സിൽക്കാലിലും നിലം വൃത്തിയാക്കലും മണ്ണ് നിരപ്പാക്കൽ ജോലികളും ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഒരു നോർത്ത് ഈസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് പ്രകാരം കോക്സ് ബസാർ ജില്ലയുടെ കിഴക്കൻ തീരത്തുള്ള സിൽക്കായലിൽ ഒരു സപ്ലൈ ബേസ് നിർമ്മിക്കാൻ സൈന്യം പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊരു സപ്ലൈ ബേസായി പ്രവർത്തിക്കും. കൂടാതെ 2025 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വഖാർ ഉസ് സമാൻ നേരിട്ട് സിൽക്കാലിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുകയും നിർദ്ദിഷ്ട സപ്ലൈ ബേസിനായി സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. ടെക്സാഫിന് 30 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന സിൽക്കാലി ബംഗാൾ ഉൾക്കടലിലെ ഒരു ചെറിയ റവന്യൂ ഗ്രാമമാണ്. പീരങ്കി ആയുധങ്ങൾ, പ്രധാനമായും തുർക്കി നിർമ്മിത ഫീൽഡ് തോക്കുകൾ, ആന്റി ടാങ്ക് ഗൈഡഡ് ആയുധങ്ങൾ, മോട്ടോറോളുകൾ കൂടാതെ ചെറിയ ആയുധങ്ങൾ എന്നിവയ്ക്കായി ബംഗ്ലാദേശ് ആർമി ഒരു ഫീൽഡ് ഫയറിംഗ് റേഞ്ച് പ്രവർത്തിക്കുന്നു. തുർക്കിയിൽ നിന്ന് പുതിയ ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാനുള്ള പദ്ധതിയുമുണ്ട്. അതിനാൽ ഇവിടെ തുർക്കി ആയുധങ്ങൾ വിന്യസിക്കുമോ എന്നാണ് ഇപ്പോൾ പ്രധാനമായി ഉയരുന്നൊരു ചോദ്യം. ബംഗ്ലാദേശിൽ നിന്നും പൗരന്മാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത് എപ്പോഴും വലിയ രീതിയിലുള്ള ഒരു സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് BSF, അതായത് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ബംഗ്ലാദേശിലെ റേഞ്ചേഴ്സും തമ്മിൽ പലതരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. BSF അവർക്ക് നേരെ തോക്ക് ചൂണ്ടി അവരെ ഒരർത്ഥത്തിൽ വരെ പേടിപ്പിച്ച് നിർത്തുന്നുമുണ്ട്. ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ബംഗ്ലാദേശ് സൈനിക ക്യാമ്പുകൾ നിർമ്മിക്കുന്നു എന്നത് ഇന്ത്യയും അതോടൊപ്പം തന്നെ BSFും ഉൾപ്പെടെ ശക്തമായി തന്നെ അതിന്റെ സ്ഥിതിഗതികൾ ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.